ഉസ്മാനെ ഒന്ന് ബലത്തി ചവിട്ടിക്കോ. കുറെ അതിനോട് ചവിട്ടി ഇറക്കട്ടെ. ഇത് പറഞ്ഞു സാർ, ഇന്ന് മുതൽ ഇതാണ് എന്റെ ജോസേട്ടൻ. ഇത് പറഞ്ഞു എന്നാ ജോസാടാ? എല്ലാരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വരട്ടെ. ഒന്ന് അടിച്ചു കേറാൻ. അതെ വാ, നമുക്കൊന്ന് അടിച്ചു കേറാം. അടിച്ചു കയറി വാ. ജോസ്, ദുബായ് ജോസ്. അറിയാം, ഇപ്പൊ കോളേജിലും ക്യാൻറ്റീനിലും എല്ലാരും അടിച്ചു കയറി വാ എന്നാ പറയണേ. എല്ലാം കളർ, എല്ലാം സന്തോഷം, എല്ലാത്തിനും സന്തോഷം. ഓക്കെ, എന്തിനാണ് അവന് ജയ് വിളിക്കുന്നത്? എടാ, അവൻ എന്നെക്കാൾ വെറും 4 കൂടെ റോഡിയായി എന്ന് വെച്ചാൽ തറ. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എല്ലാവർക്കും എന്നെ മതി. ഏതായാലും ചങ്ക് പുളപ്പ സാധനം തന്നെ. ആ സ്നേഹ സമ്പന്നനെ ഞാൻ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. കൊണത്താപ്പറമ്പിൽ ജോസ് ഓർ ദുബായ് ജോസ്. എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. എന്താവശ്യമുണ്ടെങ്കിലും ഈ ജോസിനോട് ചോദിച്ചാൽ മതി. കള്ളോ കൊഞ്ചോ കപ്പയോ കരിമീനോ എന്ത് വേണോ വെച്ചാൽ ഈ ജോസ് തരും. അങ്ങോട്ട് അടിച്ചു കയറി വാ. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. എല്ലാ സിനിമകളിലും ഒരാളുണ്ടാവുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ ആണോ? അല്ല, വില്ലൻ. കൊച്ചുപ്രായത്തില് ഞാൻ മോഷ്ടിച്ച അമ്മായിയുടെ മുക്കാത്തവന്റെ താലിമാല അവന്റെ തല കെട്ടിവെച്ച എന്റെ തുടക്കം. ഇത് പുത്തെഴുത്തുകാരെ എനിക്ക് തന്ന സ്ത്രീധനം 10 ലക്ഷം രൂപ. നീ ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലടാ, മറക്കില്ല ഒരിക്കലും. എന്ത് നല്ല മനുഷ്യനല്ലേ. എനിക്ക് വളരണം, അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. വിശ്വാസത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് നീയാണ് കട്ടപ്പ. സർക്കസം അങ്ങനെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടവന്. രവീന്ദ്രൻ, നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്ന ഗാവൻ ജോസഫ് ഒരു ക്രിമിനൽ ആയിരുന്നു സർ. അവൻ ഈ കമ്പനിയുടെ പാർട്ണർ ആണെന്നും കാണിച്ച് വ്യാജരേഖയുണ്ടാക്കി ഒരു വൻ തുക ഇവിടുത്തെ സിറ്റി ബാങ്കിൽ നിന്നും വെട്ടിച്ചെടുത്ത് രാജ്യം വിട്ടു. ഇത് ചതിയാണ്. ഞാൻ ചതിക്ക് പേര് കേട്ട വക്കീലാണ്. സോറി മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? ഹലോ രവി സാബ്, ഗാവൻ ജോസഫ് മലേഷ്യ സെ. ഹലോ ഗാവൻ ജി, എല്ലാം സക്സസ്. ആ മേനോൻ ഇനി പുറം ലോകം കാണില്ല. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. എല്ലാത്തിനും പുറകില് നീയായിരുന്നല്ലേ? അതേടാ, നിന്റെ പെങ്ങളെ കെട്ടി ബോംബെ എത്തിച്ച് ഒരു മാർവാടിക്ക് കാഴ്ചവെച്ചപ്പോ ലക്ഷങ്ങളായി കൈകളിൽ വീണത്. ഒരുമിച്ച് കൂടെ കൂട്ടിയിട്ട് പുറയുന്നു കുത്താനല്ല നീ പഠിച്ചേ. അല്ലാണ്ട് വേറൊരു നല്ല വേഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? എടാ, ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. ദിസ് ഈസ് ചീറ്റിംഗ്. ഇവിടെ വയലൻസും നല്ല കൈയടിയാണ്. സിനിമയിലോ സ്ഥിരം കൊള്ളരുതാത്തവനും തല്ലുകൊള്ളി. ഇതും കൂടി തീർന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പോലീസ് തന്നെ പുഷ്പം പോലെ പൊക്കും. എന്നെ മാത്രം പേടിപ്പിക്കലേ കേട്ടാ. അങ്ങനെ എന്തെങ്കിലും നീ പറഞ്ഞാലേ 1 മാസം മുമ്പത്തെ ഡേറ്റ് ഇട്ടിട്ട് തന്നെ ഫ്രാൻസിസ് സ്റ്റേഷനിൽ പുറത്താക്കും ഞാൻ. മോനെ, നീ ഇപ്പോഴും എല്ലാവർക്കും എന്നെ മതി. അപ്പൊ ഉറപ്പിച്ച് ചീഫ് ഗസ്റ്റ് മണവാളൻ വസീം. നാണമാണ്, മുത്തശ്ശന്റെ അതേ സ്വഭാവമാണ്. എന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല സാറേ, എവിടെ നോക്കിയാലും ആരാധകര് മാത്രം. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ആളൊരു പാവാ.
ഈ കയ്യടി മൊത്തം എനിക്കാണ്. ഒറ്റയ്ക്ക് വരുമ്പോ പവർ കുറച്ച് കൂടും സാറേ. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. കുട്ടേട്ടനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? അച്ഛനെ ഇവന്റെ സീറ്റാ വരച്ചത്, എന്റെ തലയെ വരച്ചിരുന്നെങ്കിൽ. ഞാൻ വന്ന് കണ്ട് നിങ്ങൾ ഹാപ്പി ആയി. ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. മമ്മൂട്ടി എന്ന അധികായൻ ഇന്ത്യൻ സിനിമയുടെ അഭിനയങ്ങളുടെ തോൽപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ലോക സിനിമയിൽ ഒരു വ്യക്തി കഴിയില്ല. കുറെ നേരമല്ലേ ഇയാൾ നിന്ന് കഥകളി കളിക്കുന്നത്? കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഒരു പുതിയ അണ്ണൻ വന്നിട്ടില്ല, അമേസിംഗ് അണ്ണൻ. ആറാട്ടെണ്ണൻ ഫീൽഡ് ഔട്ട് ആക്കിയാ പറയണം. ഇപ്പൊ ഞാൻ ഭിക്ഷക്കാരനല്ല സർ. നാളെ നിങ്ങൾ കാരണം ഭിക്ഷക്കാരനായേക്കാവുന്ന സരോജ് കുമാറാണ് ഞാൻ. ഉഗ്രം പരിപാടി, ഇലക്ട്രിഫൈങ് പെർഫോമൻസ്. സാർ ചുമ്മാ വിധി പോലും വിറച്ചുപോയി. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ ഇനി ഇവനായി ഈ നാട് ഭരിക്കാൻ പോകുന്നത്. അമേസിംഗ് ആണ് ഇവനെ, അമേസിംഗ്. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. അന്റെ ചൂത്രമൊന്നും നമ്മളെടുത്ത് വേണ്ട. ഈ നാട്ടിൽ ചെയ്യാം, പുറത്തൊന്നും ഒരുത്തന്റെ ആവശ്യമില്ല. അതിനിവിടെ ഞാൻ പെടുന്നുണ്ട്. മമ്മൂട്ടി ഒരു കഥാപാത്രത്തിന് വേറൊരു കഥാപാത്രത്തിൽ പോകുമ്പോൾ ആ കഥാപാത്രത്തെ ആവാഹിച്ച് അത്ഭുതപ്പെടുത്തുകയാണ്. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? റിയലി റിയലി അമേസിംഗ്. അമേസിംഗ്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. അമേസിംഗിന്റെ ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. പക്കാ പ്ലാൻഡ് ആണല്ലോ. നിങ്ങളുടെ ടാലന്റ് കണ്ട അന്നേ ഞാൻ ഫ്ലാറ്റാ ഫാനായി പോയെന്നേ. കുഞ്ഞിരാം, ഇതെന്റെ ടയറാ. ഇതെന്റെ ടയറാണ്. നിനക്ക് ഡാൻസ് അറിയോ? ഇല്ല. ആശ്വാസമായി. ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ഒരു വൈറലാകാൻ വേണ്ടി എന്തൊക്കെ കോപ്രായ കാണിക്കുന്നത്. എത്ര അണ്ണന്മാരാണ്? ആറാട്ട് അണ്ണൻ, ജയിലർ അണ്ണൻ, പ്രസംഗ അണ്ണൻ, എല്ലാ അണ്ണന്മാരാണ്. നോക്കേ ഞാൻ പോകുന്നത് നല്ലോണം മുന്നേ ഇങ്ങനത്തെ പരിപാടി കണ്ടുപിടിച്ചത്.